الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ومساكن طيبة في جنات عدن ورضوان من الله أكبر ذلك هو الفوز العظيم സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പകർത്തിക്കൊണ്ട് ഏറ്റവും സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്ന മുത്തഖികളായി തീരുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. റഹ്മാനായ റബ്ബ് നാം ഏവരെയും മുത്തഖികളും വഹീദുകളുമായി ജീവിച്ചു മരണപ്പെടുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. സൂറത്തു തൗബയിലെ 72-ാമത്തെ വചനമാണ് ഞാൻ ഊതി വെച്ചത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സൗഭാഗ്യങ്ങളെ സംബന്ധിച്ച് വിജയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നവരാണ്. ഒരാളോട് എന്താണ് നമ്മുടെ വിജയത്തിന്റെ അല്ലെങ്കിൽ സൗഭാഗ്യത്തിന്റെ നിദാനം എന്ന് ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളാകും പറയാനുണ്ടാവുക. ചിലർക്ക് സമ്പത്താണ് സൗഭാഗ്യം എന്ന് പറയും. മറ്റു ചിലർ അറിവാണ് എന്ന് പറയും. വേറെ ചിലർ ആരോഗ്യമാണെന്ന് പറയും. മറ്റു ചിലർ സന്താനങ്ങളാണ് സൗഭാഗ്യം എന്ന് പറയും. ഇങ്ങനെ ഓരോ കോണിലൂടെയും വീക്ഷണത്തിലൂടെയും ഓരോരോ അഭിപ്രായങ്ങളായിരിക്കും പ്രകടിപ്പിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇതൊക്കെ സൗഭാഗ്യങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സന്താനങ്ങൾ സൗഭാഗ്യമാണ്, സമ്പത്ത് സൗഭാഗ്യമാണ്, സ്ഥാനമാനങ്ങൾ സൗഭാഗ്യമാണ്, പദവികൾ സൗഭാഗ്യമാണ്. അതിലൊന്നും യാതൊരു തർക്കവും അവനുണ്ടാകേണ്ടതില്ല. അതൊന്നും വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ വിശ്വാസിക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടാൽ അവൻ സ്വയം ഒന്ന് പരിശോധിക്കാൻ തയ്യാറായാൽ അവൻ അള്ളാഹുവിന്റെ അധ്യാപനങ്ങളിലൂടെയും
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഠനങ്ങളിലൂടെയും ഒന്ന് സഞ്ചരിച്ചാൽ അവനെത്തുന്ന മറുപടി അല്ലെങ്കിൽ എത്തേണ്ട മറുപടി, വിശ്വാസിയായ എനിക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിന്റെ തൃപ്തിയാണ്. ആ അള്ളാഹുവിന്റെ തൃപ്തിയിലൂടെ എനിക്ക് മരണാനന്തര ജീവിതത്തിൽ ലഭിക്കുന്ന വിജയം, അതാണ് എന്റെ സൗഭാഗ്യം. ബാക്കിയൊക്കെ നശ്വരമാണ്. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വചനമാണ് സൂറത്തു തൗബയിലെ ഈ വചനം. അള്ളാഹു സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സത്യവിശ്വാസിനികളായ സ്ത്രീകൾക്കും കരാറ് ചെയ്തിരിക്കുന്നു. ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ കരാറ് ചെയ്തിരിക്കുന്നു. ഖാലിദീന ഫീഹ, അതിലവർ ശാശ്വതരായിരിക്കും. വമസാകിന തയ്യിബ ഫീ ജന്നാതി അദ്നിൻ, നിത്യവാസത്തിന്റെ തോട്ടങ്ങളിൽ വിശിഷ്ടമായ ഭവനങ്ങളും അല്ലാഹു വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും കരാറ് ചെയ്യുന്നു. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിങ്കൽ നിന്ന് ലഭ്യമാകുന്ന തൃപ്തി, സംതൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി, അതാണ് ഏറ്റവും വലുത്. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം. ഇതാണ് ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ച കാര്യവുമായി ബന്ധപ്പെടുത്തി ഈ വചനത്തിന്റെ താല്പര്യവും സന്ദേശവും. ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ നല്ലതിലാകട്ടെ ചീത്തയിലാകട്ടെ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ നനച്ചിരിക്കാതെ, ഓർത്തിരിക്കാതെ, ഒരു പ്രതീക്ഷയുമില്ലാതെ മരണം വന്ന് അവനെ പിടികൂടും. അവൻ അങ്ങനെ അവന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻശിഖാഖിൽ ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ഒരു വചനമുണ്ട്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടല്ല. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ഒന്നുകിൽ നന്മകളിൽ വ്യാപൃതരായി കഠിനാധ്വാനം ചെയ്ത് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ തിന്മകളിൽ മുഴുകി അതിൽ കഠിനാധ്വാനം ചെയ്ത് അതിനുവേണ്ടി മാത്രം മുഴുകി ജീവിച്ച് മുന്നോട്ട് പോകും. ഇവർ രണ്ടുപേരായാലും ശരി, അവസാനം മരണം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നിശ്ചിത തീരുമാനത്തിന് മുന്നിൽ ഒരാൾക്കും തടയപ്പെടാൻ കഴിയാത്ത നിലയിൽ അതിലേക്ക് അവൻ ചെല്ലും. യാ അയ്യുഹൽ ഇൻസാൻ ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, മനുഷ്യരെ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖി, നീ നിന്റെ രക്ഷിതാവിലേക്ക് കഠിനാധ്വാനം ചെയ്ത്, അത്യധ്വാനം ചെയ്ത് നിന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണെന്നവർ. അപ്പൊ നമ്മളും അങ്ങനെ തന്നെയാണ്. വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ കഠിനാധ്വാനത്തിനിടയിൽ പലതും നമുക്ക് നേടാൻ കഴിയും. ഈ ലോകത്ത് നമുക്ക് നല്ല വിജയം കൊയ്തെടുക്കാൻ കഴിയും, നല്ല ആരോഗ്യമുള്ളവരായി തീരാൻ കഴിയും, നല്ല സമ്പത്ത് ആർജിക്കാൻ കഴിയും. ഇങ്ങനെ പല നന്മകളും നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് അനാരോഗ്യം, രോഗം ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് സംജാതമാകും. നമുക്ക് ദാരിദ്ര്യവും പട്ടിണിയും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും യാതനകളും ഒക്കെ നമുക്കുണ്ടായി തീരും. ഇതെല്ലാം പോകുന്ന ഏത് തരത്തിലായിരുന്നാലും ശരി, ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്. ഇതാണ് ആ വിശുദ്ധ ഖുർആൻ അവിടെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ നീക്കത്തിൽ ഇങ്ങനെ എല്ലാവരും നീങ്ങുന്നുണ്ടല്ലോ. ആ നീക്കത്തിനിടയിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിജയം ഏതാണ്? ആ വിജയമാണ് വിശുദ്ധ ഖുർആൻ സൂറ ആല ഇമ്രാനിലെ 185-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞു വെച്ചത്. അതെന്താണ്? അതിന്റെ അവസാന ഭാഗം ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാരോ അവൻ വിജയിച്ചു. അതിന്റെ മുമ്പ് മരണത്തെ കുറിച്ചാണ് പറയുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും എല്ലാ ആത്മാവും എല്ലാവരും ഓരോ വ്യക്തിയും മരണത്തെ രുചിച്ചറിയുമെന്നാണ് പറയുന്നത്. മരിക്കുമെന്നല്ല ഖുർആന്റെ പ്രയോഗം,
അത് തിരിച്ചറിയുന്ന സംഗതിയാണ്. ദാഇഖത്തുൽ മൗത്ത്. അതോടുകൂടി തീരുന്നില്ല. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. അന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, എല്ലാവരും അത്യധ്വാനം കഠിനാധ്വാനം ചെയ്ത് നീങ്ങിയാണ് അള്ളാഹുവിലേക്ക് നീങ്ങുകയാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ. അങ്ങനെ പോകുമ്പോൾ നന്മകൾ ആവാഹിച്ചു പോകുന്നവരുണ്ട്, തിന്മകൾ പൂണ്ടുപിടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഇങ്ങനെ രണ്ടു കൂട്ടരും ഉണ്ടാകും. അങ്ങനെ ചെല്ലുമ്പോൾ ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയിക്കുന്നത്. ഫഖദ് ഫാസ്. എന്നിട്ട് അള്ളാഹു ഒരു വാചകത്തിലൂടെ ഒരു യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഐഹിക ജീവിതം എന്ന് പറയുന്നത് വഞ്ചനയുടെ ചരക്കാണ് എന്നാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ബുദ്ധിമാന്മാരായ വിശ്വാസികളായി മാറണം ഈ ലോകത്ത്. എങ്ങനെയാണ് ബുദ്ധിമാന്മാരായ വിശ്വാസികളായി മാറുക? നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണ് എല്ലാ നിലയിലും. ഒരു കച്ചവടം എങ്ങനെ കൊണ്ടുപോകണം എന്ന് കൃത്യമായി അറിയുന്നവരാണ്. ഒരു സ്ഥാപനം എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം കൃത്യമായി ബോധമുള്ളവരാണ്. ഒരു സംഘടന എങ്ങനെ നയിച്ചു കൊണ്ടുപോകണം കൃത്യമായ അവബോധമുള്ളവരാണ്. എല്ലാ രംഗത്ത് കൃഷി എങ്ങനെ ചെയ്യണം ബുദ്ധിയുള്ളവർ. നമ്മളാരും മോശക്കാരൊന്നുമല്ല. പക്ഷെ ഒരു വിശ്വാസി എങ്ങനെയുള്ള ബുദ്ധിമാന്മാൻ ആകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഒരു അൻസാരി സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഫഅയ്യൽ മുഅ്മിനീന അഖിയസ്. വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളവൻ ആരാണ്? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ചോദ്യം. നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ബുദ്ധി ഉണ്ടെങ്കിലേ നടക്കൂ. എന്നാൽ ജനങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, വിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിയുള്ളവൻ അക്സറുഹും ലിൽ മൗതി ദിക്റ. സദാ മരണത്തെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ജീവിക്കുന്നവനാണ് ബുദ്ധിമാൻ. എന്നാ അതുമാത്രം മതിയോ? പോരാ. വഅഹ്സനഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ. ആ മരണത്തിന് ശേഷം തനിക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്തോ അതിനു വേണ്ടിയുള്ള സർവ തയ്യാറെടുപ്പ് നടത്തുന്നവൻ ഉലൈകൽ അഖിയാസ്. അവരാണ് വിശ്വാസികളിൽ ബുദ്ധിയുള്ളവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നു. അങ്ങനെയുള്ള ബുദ്ധിയുള്ളവരാകാൻ നമുക്കാകണം. മരണത്തെ കുറിച്ചുള്ള ചിന്ത വേണം. അതോടൊപ്പം തന്നെ മരണശേഷം അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ തൃപ്തിപ്പെടുന്ന, അവന്റെ തൃപ്തിക്ക് വഴിയൊരുക്കുന്ന മഹത്തായ വിജയം ആർജിച്ചെടുക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടാകണം ഒപ്പം. എങ്കിൽ നമ്മൾ ബുദ്ധിമാന്മാരാണ് അള്ളാഹുവിന്റെ അടുക്കൽ. ഇവിടെ ചിലപ്പോൾ നമ്മൾ മണ്ടന്മാരായിരിക്കും ചില കാര്യങ്ങളിലൊക്കെ. പക്ഷെ റബ്ബിന്റെ അടുക്കൽ ബുദ്ധിമാനാകാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അതിങ്ങനെ കഴിയുകയുള്ളൂ. അതിനെന്ത് വേണം? നമ്മൾ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അവിടെ നേടിയെടുക്കുന്ന വിജയമാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയത്തിലേക്ക് എത്താൻ പരിശ്രമിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നാം ഗ്രഹിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ തൃപ്തിക്ക് അർഹരായവരെ അനുധാവനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റബ്ബിന്റെ തൃപ്തിക്ക് അർഹരായവർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവരെ പിൻപറ്റണം. അതാരാണ്? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. സൂറത്ത് തൗബയിലെ വചനം തന്നെയാണ്. ആരാണവർ? മുഹാജിറുകളിൽ നിന്നും അൻസാറുകളിൽ നിന്നും ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന മഹാന്മാർ, സഹാബാക്കൾ. ആ സഹാബാക്കളിൽ തന്നെ ഈ കാറ്റഗറിയിൽ പെടുന്നവർ. സഹാബികളെ ഒന്നും മോശമായി ചിത്രീകരിക്കാൻ നമുക്ക് അവകാശമില്ല. സഹാബികൾ അനുഭവിച്ച ത്യാഗം അത്ര വലുതാണ്. ആ സഹാബികളിൽ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ച ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വന്ന പ്രവാചകന്റെ അനുയായികൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മുഹാജിറുകൾ.
ഈ മുഹാജിറുകളായ ആളുകൾ അവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ട സർവ്വ സൗകര്യങ്ങളും ഒരുക്കി വെച്ച് കാത്തിരുന്നവർ അൻസാറുകൾ. അവരിൽ ആരാണോ മുന്നിൽ വന്നവർ അവരെ സംബന്ധിച്ച് അവിടെ പറയുന്നത്. പിന്നെയോ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയോടുകൂടി, ഇഹ്സാനോടുകൂടി, സുഹൃതം ചെയ്തുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട് ഇവരെ പിൻപറ്റുന്നവർ. ആരെ? ഈ മുൻകടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളുമായ സഹാബികളെ. അപ്പൊ അവർ വ്യക്തമാക്കി തന്ന വിശ്വാസമുണ്ട്, അവർ കാട്ടിത്തന്ന അനുഷ്ഠാന രൂപങ്ങളുണ്ട്, ആരാധനകളുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപം അത് അനുധാവനം ചെയ്യുക. അങ്ങനെ ചെയ്താൽ റളിയല്ലാഹു അൻഹും വറദു അൻ, അവരെയും ആ മുൻഗാമികളായ മുഹാജിറുകളും അൻസാറുകളുമായ മുൻകടന്നു വന്ന ആ മഹാന്മാരായ ആളുകളും അവരെ സുഹൃതത്തോടുകൂടി പിൻപറ്റിയവരും രണ്ടാൾക്കും കൂടിയാണ് റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞത്. അള്ളാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർക്ക് സ്വർഗം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം, അതിൽ അവർ ശാശ്വതരാണ്. അതാണ് മഹത്തായ വിജയം. ഇനി ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്കർഹരാവുന്ന ആ മഹാവിജയം നേടുന്നവരുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്? അതും സൂറത്തു തൗബയിലെ 112-ാമത്തെ വചനം വിശദീകരിക്കുന്നുണ്ട്. അത്തായിബൂനൽ ഹാമിദൂനസ് സായിഹൂനർ റാകിഊനസ് സാജിദൂൻ അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് വബശ്ശിരിൽ മുഅ്മിനീൻ. അത്തായിബൂൻ, തെറ്റ് സംഭവിക്കുമ്പോൾ ഖേദിച്ചു മടങ്ങുന്ന, തൗബ ചെയ്ത് മടങ്ങുന്ന, പശ്ചാത്തപിച്ച് മടങ്ങുന്നവർ. ഒന്നാമത്തെ സ്വഭാവം. അൽ ഹാമിദൂൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കെമ്പാടും നന്ദി ചെയ്തുകൊണ്ട് അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. അൽ ഹാമിദൂൻ. 3, അസ്സായിഹൂൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ലക്ഷ്യവും അവന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവർ. ദീനിനു വേണ്ടിയുള്ള സഞ്ചാരം അത് ചെറിയ കാര്യമല്ല. സായിഹൂൻ. പിന്നെ അർറാകിഊൻ, റുകൂഅ് ചെയ്യുന്നവർ, കുമ്പിടുന്നവർ. അസ്സാജിദൂൻ, സുജൂദ് ചെയ്യുന്നവർ. അൽ ആമിറൂന ബിൽ മഅറൂഫ്, സദാചാരം കൽപ്പിക്കുന്നവർ. വന്നാഹൂന അനിൽ മുൻകർ, ദുരാചാരം വിരോധിക്കുന്നവർ. വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളുമായി ബന്ധപ്പെടുന്ന സ്വഭാവങ്ങളാണ് ഇവിടെ പരാമർശിച്ചത്. അതിൽ സ്വന്തം അവനവന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ട്, സമൂഹവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിനും ആദർശത്തിനും അതിന്റെ നിലനിൽപ്പിനും വേണ്ടി യത്നിക്കുന്നതിനെ കുറിച്ചുണ്ട്, അതിനുവേണ്ടി സഞ്ചരിക്കുന്നതിനെ കുറിച്ചുണ്ട്. 5 കിലോമീറ്റർ ആണെങ്കിലും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒന്ന് സഞ്ചരിച്ചു പോയി തനിക്കാവുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയുടെ ആ വൃത്തത്തിൽ പെടുന്നു എന്നുള്ളത് നാം നിസ്സാരമായി കാണരുത്. നിസ്കാരവും നോമ്പും മാത്രമല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ അള്ളാഹുവിന്റെ സ്തുതികീർത്തനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പശ്ചാത്താപത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റുകൂഅ് പറഞ്ഞിട്ടുണ്ട്, സുജൂദ് പറഞ്ഞിട്ടുണ്ട്, നന്മ കൽപ്പിക്കലുണ്ട്, തിന്മ വിരോധിക്കലുണ്ട്. ഏത് രംഗമാണ് ഒഴിവാക്കി നിർത്താൻ? ഒന്നുമില്ല. അത്രമാത്രം ഇത്തരം കാര്യങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നവരാണ് അള്ളാഹുവിന്റെ തൃപ്തിക്കർഹരാകുന്നവർ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പല സ്വഭാവങ്ങളും പറയുന്നുണ്ട്. അതെല്ലാം കൂടി വിശദീകരിക്കില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വചനം എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഇനി പല സ്വഭാവങ്ങളും വിശദീകരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഏതാണ്ട് 16-ഓളം സ്ഥലങ്ങളിൽ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അൽ ഫൗസുൽ മുബീൻ, അൽ ഫൗസുൽ അദീം, അൽ ഫൗസുൽ കബീർ എന്ന പ്രയോഗം. മഹത്തായ വിജയം, വലിയ വിജയം, വ്യക്തമായ വിജയം. ഇതൊക്കെ നാം അതിന് തൊട്ടു മുമ്പ് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. ഞാൻ ഒരൊറ്റ വചനം മാത്രം ഉദാഹരണത്തിന് ഓർമ്മിപ്പിക്കാം. സൂറത്തു സഫിലെ 12-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം, ഒരു തിജാറത്ത്, ഒരു വ്യവസായം, ഒരു വ്യാപാരം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ വിശ്വാസികളെ എന്നാണ് ചോദിക്കുന്നത്.
യാ അയ്യുഹല്ലദീന ആമനു, അവിടെ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെ കുറിച്ച് അറിയിച്ചു തരട്ടെയോ? ആ കച്ചവടത്തിന്റെ സവിശേഷത എന്താണ്? ഇവിടല്ല ലാഭം കൊയ്യല്. നമുക്ക് ഇവിടെ ഒരു കച്ചവടം ചെയ്താൽ ഇവിടുന്നല്ല ലാഭം കിട്ടുക. ഈ കച്ചവടത്തിന് ഇവിടുന്ന് 5 പൈസ കിട്ടൂല, നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ ഇവിടെ പലതും. പക്ഷേ അതിന് കിട്ടുന്ന എന്താണ്? തുഞ്ചീകും മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന കച്ചവടം. മുതൽ മുടക്കെന്താ? ലാഭമാണ് പറഞ്ഞു തന്നത്. മുതൽ മുടക്കെന്താ? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക, വറസൂലി, അവന്റെ പ്രവാചകനിൽ വിശ്വസിക്കുക, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുക, ധർമ്മസമരം നടത്തുക. എന്തുകൊണ്ട്? ബിഅംവാലിക്കും വഅൻഫുസിക്കും, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, ഇതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ അറിയുമെങ്കിൽ, മനസ്സിലാക്കുമെങ്കിൽ. ഇനി എന്താ നേട്ടങ്ങള്? ലാഭം എന്താ? യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെല്ലാം നിങ്ങൾക്ക് പുറത്തു തരും. വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ കിട്ടും. വമസാകിന തയ്യിബതൻ ഫീ ജന്നാത്തി അദ്നിൻ, നിത്യവാസത്തിന്റെ തോട്ടങ്ങളിൽ ഏറ്റവും മനോഹരമായ വിശിഷ്ടമായ പാർപ്പിടങ്ങളും കിട്ടും. ദാലിക്കൽ ഫൗസുൽ അലീം, അതാണ് മഹത്തായ വിജയം. കച്ചവടം എന്താണ്? മുതൽ മുടക്ക് എന്താണ്? ലാഭം എന്താണ്? എത്ര കൃത്യമായി പറഞ്ഞു തന്നു ഇവിടെ. ഈ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്, ആ വിജയം കൊയ്തെടുക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരും പഠിക്കുന്നവരും ഒക്കെയാണല്ലോ. ഇങ്ങനെയുള്ള വചനങ്ങൾ ധാരാളമുണ്ട്, ശ്രദ്ധിക്കുക. ഇതോടുമായി ബന്ധപ്പെട്ട് പറയാനുള്ള 3 കാര്യങ്ങളിൽ, അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് കിട്ടണമെങ്കിൽ 3 കാര്യങ്ങളിൽ നമുക്ക് സമ്പൂർണ്ണ സംതൃപ്തി വേണം. സംതൃപ്തി സ്വയം ഉണ്ടായാൽ പോരാ, അത് പ്രഖ്യാപിക്കണം. അതും പോരാ, അത് പ്രയോഗവൽക്കരിക്കണം. 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങളിൽ സമ്പൂർണമായ സംതൃപ്തിയും അതിന്റെ പ്രഖ്യാപനവും അതിന്റെ പ്രയോഗവൽക്കരണവും ഉണ്ടെങ്കിൽ അത് സ്വർഗം ഉറപ്പിച്ചു തരുന്ന, ലഭ്യമാകുന്ന, അള്ളാഹു സ്വർഗം ഓഫർ ചെയ്ത് ഉറപ്പിച്ചു തരുന്ന ആൾക്കാരുടെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 3 സ്വഭാവത്തെ പറഞ്ഞിട്ടുള്ളത്. എന്താണത്? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയുന്നു, യാ അബാ സഈദ്, ഹേ അബൂ സഈദ്, മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ നബിയ്യൻ വജബത് ലഹുൽ ജന്ന. ഇതാണ് പറഞ്ഞത്. 3 കാര്യങ്ങൾ അതാണ്. ഒന്ന്, മൻ റളിയ ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിന്റെ റബ്ബായി തൃപ്തിപ്പെടുക. പറഞ്ഞാ പോരാ, ഉണ്ട് എന്ന് വിചാരിച്ചാ പോരാ, പ്രഖ്യാപിക്കണം, പ്രയോഗവൽക്കരിക്കണം. അല്ലാഹു റബ്ബാണ് എന്നുള്ളത്, ആ തൃപ്തി. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുക. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ, അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ് എന്ന് അതിൽ തൃപ്തിപ്പെടുക പൂർണ്ണമായിട്ട്. ഒരു കാര്യത്തിൽ സംതൃപ്തി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു, എനിക്ക് പൂർണ്ണ സംതൃപ്തിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ അർത്ഥത്തിലും തനിക്കത് ഇഷ്ടപ്പെട്ടതായി എന്നതുപോലെ എല്ലാറ്റിനേക്കാളും വലുത്, എല്ലാറ്റിനേക്കാളും അങ്ങേയറ്റം ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവിനെ, പ്രവാചകനെ, ആ അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് കനിഞ്ഞു നൽകിയ ഇസ്ലാമിനെ. ഇത് 3 തൃപ്തിപ്പെട്ടാൽ വജബത് ലഹുൽ ജന്ന, അവന് സ്വർഗം ഉറപ്പായി എന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തന്നെയുമല്ല, ഇത് നമ്മൾ സദാ പ്രഖ്യാപിക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ഒരു കാര്യം അതിനൊക്കെ ചില സന്ദർഭങ്ങളൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം എന്ന് പറയുന്നത് ബാങ്കിന്റെ സന്ദർഭമാണ്. ബാങ്ക് കേൾക്കുന്നവരാണ് നമ്മൾ. അതിതൊരു പ്രഖ്യാപനമായി, ഒപ്പം അതുകൊണ്ടുള്ള പ്രതിഫലം നമുക്ക് നേടിയെടുക്കുകയും ചെയ്യാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ എപ്പോഴാ അത് പറയേണ്ടത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ശബ്ദം അത് കേൾക്കുമ്പോൾ വഅനാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും ഇതാ സാക്ഷ്യം വഹിക്കുന്നു. ബാങ്ക് കൊടുക്കുന്ന ആള് വിളിച്ചു പറയുന്നത് എന്താ? അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പൊ പറയാണ് വഅനാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അടുത്ത് വരുന്നു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അബ്ദാണ്, അടിമയാണ്, ദാസനാണ്, റസൂലാണ് എന്ന് പറഞ്ഞതിന് ശേഷം റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലൻ വബിൽ ഇസ്ലാമി ദീന എന്ന ഈ 3 പ്രഖ്യാപനം നാം നടത്തിയാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി ഗുഫിറ ലഹു ദംബുഹു, അവന്റെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന. ഈ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലിയ വലിയ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേട്ട് നമ്മൾ നിർത്തും. എന്നിട്ട് നമ്മൾ സ്വന്തം പറയും. നമുക്ക് ഇതിന്റെ മറുപടി പറയാൻ കഴിയും. ബാങ്ക് കൊടുക്കുമ്പോൾ നിശബ്ദത പാലിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നേട്ടവും വലുതാ. അവിടെ നമ്മൾ 5 വഖത്തിലും നമ്മൾ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം ഇത് പറഞ്ഞു പോകും. വഅനാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ നബിയ്യൻ വബിൽ ഇസ്ലാമി ദീനാ എന്നൊന്ന് പറഞ്ഞു നോക്ക്. ഗുഫിറ ലഹു ദംബുഹു, കഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അള്ളാഹു നമ്മളോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ നാം ജീവിതത്തിൽ പകർത്തിയാൽ അതിന് അതിൻ്റെതായ പ്രതിഫലവും നേട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളത് നാം മറന്നു പോകരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഉദാഹരണത്തിന് ബാങ്ക് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ രംഗങ്ങളുണ്ട് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യമായ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള വഴികളായി നമുക്ക് പറഞ്ഞു തന്ന വഴികളിൽ ചിലത് മാത്രമാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാം, ജീവിതത്തിൽ പകർത്താം, പ്രതിഫലം നേടാം, അള്ളാഹുവിന്റെ റിള കരസ്ഥമാക്കാം. അങ്ങനെ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരായി തീരാൻ ശ്രമിക്കാം. റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. ഇനി മറ്റൊരു സ്വഭാവം, അള്ളാഹുവിന്റെ തൃപ്തിക്കർഹരാകുന്നവരുടെ മറ്റൊരു സ്വഭാവം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധി തീരുമാനം എന്തായാലും സമ്പൂർണ്ണ സംതൃപ്തിയോടെ അത് സ്വീകരിക്കുക. ചിലപ്പോൾ നമുക്കത് അസഹനീയമായിരിക്കും, ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരിക്കാം. എന്നാൽ പോലും അള്ളാഹുവിന് വേണ്ടി അത് സഹിക്കുക എന്നുള്ളത് അവന്റെ വലിയ തൃപ്തിക്കർഹരാകും എന്നുള്ളിടത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്ന, നമ്മൾക്ക് പലപ്പോഴും പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ പോകുന്ന ചില രംഗങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. അങ്ങനെയുള്ള രംഗങ്ങളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത്. മഹാനായ സഹാബി ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചുകൊണ്ട് നൽകുന്ന ഒരു ഉപദേശമുണ്ട്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നക ലൻ തജിദ തഅമ ഹഖീഖത്തിൽ ഈമാൻ, നിനക്ക് വിശ്വാസത്തിന്റെ മാധുര്യം എന്താണെന്ന് രുചിച്ചറിയാനോ അതിന്റെ സുഗന്ധം ആസ്വദിക്കാനോ നിനക്ക് കഴിയില്ല. ഹത്താ തഅലമ, നീ അറിഞ്ഞു മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് വരെ, അന്നമാ അസാബക ലം യകുൽ ലിയുഖ്തിഅക, നിനക്ക് ജീവിതത്തിൽ എന്ത് ബാധിച്ചുവോ അത് നിന്നിൽ നിന്ന്
തെറ്റിപ്പോകുമായിരുന്നില്ല. വമാ അഖ്തഅക, നിന്നിൽ നിന്ന് തെറ്റിപ്പോയതെന്തോ ലം യകുൽ ലിയുസീബക, ഒരിക്കലും നിനക്കത് ബാധിക്കുകയുമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാതെ നിന്റെ വിശ്വാസത്തിന്റെ സുഗന്ധം, രുചി മോനെ നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്ന് ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു മകനെ ഉപദേശിച്ച ഒരു ഉപദേശം നമുക്ക് കാണാം. ഇതാണ് ആ പറഞ്ഞ വിഷയം. എന്താണോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് അത് അല്ലാഹുവിന്റെ തീരുമാനം തന്നെയാണ്. അത് തട്ടിമാറ്റാൻ ആർക്കും കഴിയില്ല. എന്നൊക്കെ പറയുന്നത് വെറും വാക്കല്ലത്, ജീവിതവുമായി ബന്ധപ്പെടുന്ന ജീവിതഗന്ധിയായ പ്രാർത്ഥനയാണ്. അവിടെയാണ് നഷ്ടങ്ങളെ കുറിച്ച് വിലപിച്ച് പ്രയാസപ്പെടാതെ അതിജയിച്ചു പോകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും നല്ല സാഹചര്യം ഉണ്ടായെങ്കിൽ അത് എന്റെ ഊറ്റം കൊണ്ടും എന്റെ ശക്തി കൊണ്ടും ഒന്നുമല്ല, അത് അല്ലാഹുവിൻ്റെതാണ് എന്നുള്ളിടത്തേക്ക് അങ്ങോട്ട് പോകും നമ്മൾ രണ്ട് സന്ദർഭങ്ങളിലും. ഇതാണ് ആ പറഞ്ഞ ഉപദേശം. അതുപോലെ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇന്നക ഇൻ സബർത ജറാ അലൈക്കൽ ഖലം വഅൻത മഅജൂബ്. അല്ലാഹുവിന്റെ ഒരു തീരുമാനം, ഒരു വിധി നിന്റെ ജീവിതത്തിൽ നടപ്പിലായി എന്നിട്ട് ക്ഷമിക്കേണ്ടതാണെങ്കിൽ പൂർണ്ണമായും നീ ക്ഷമിച്ചാൽ നിനക്കതിന് പ്രതിഫലമുണ്ട്. വഅൻത മഅജൂർ, നീ പ്രതിഫലത്തിന് അർഹനാണ്. വഇൻ ജസഅത, അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രയാസമുണ്ടായി അതിനോട് നീ ക്ഷമകേട് കാണിക്കുകയാണെങ്കിൽ, അസഹിഷ്ണുത കാണിക്കുകയാണ് എങ്കിൽ എല്ലാം മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഇൻ അസാബതഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി വഇൻ അസാബതഹു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹി ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ എന്ന് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പഠിപ്പിച്ച ആശയമാണത്. അതിന്റെ ഒരു സന്ദേശമാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താണ്? നിനക്ക് എന്തെങ്കിലും ബാധിക്കുമ്പോൾ അത് ക്ഷമയോടെ തരണം ചെയ്തു പോവുകയാണ് എങ്കിൽ നിനക്കതിന് പ്രതിഫലമുണ്ട്. അതേസമയം നീ ക്ഷമകേട് കാണിച്ച് അസഹിഷ്ണുത കാണിച്ച് നീ അസംതൃപ്തനായി മാറുകയാണെങ്കിലോ വഅൻത മഅ്സൂറുൻ, അതിന്റെ പേരിൽ നീ കുറ്റവാളിയായി മാറും. അപ്പൊ നമുക്ക് ഒരേ കാര്യം തന്നെ പ്രതിഫലമാക്കിയെടുക്കാൻ കഴിയും, അതേ കാര്യം തന്നെ കുറ്റം പേറുന്നവനുമാക്കി മാറ്റാൻ കഴിയും. എത്ര ചിന്തിക്കേണ്ട കാര്യങ്ങളാണെന്ന് ആലോചിച്ചു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന രംഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ യബ്തലി അബ്ദഹു ബിമാ അഅതാഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ എന്ത് നൽകിയോ ആ നൽകിയത് കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കും. ഫമൻ റളിയ, അവൻ തൃപ്തിപ്പെടുകയാണെങ്കിലോ ബിമാ ഖസമല്ലാഹു ലഹു, അല്ലാഹു അവന് വീതിച്ചു കൊടുത്തതിൽ, അല്ലാഹു അവന് നിശ്ചയിച്ചു കൊടുത്തതിൽ, അല്ലാഹു അവന് വിധിച്ചു ഓഹരി വെച്ചു കൊടുത്തതിൽ അവൻ സംതൃപ്തി അടയുകയാണെങ്കിൽ ബാറക്കല്ലാഹു ലഹു ഫീഹി, അതിൽ അല്ലാഹു അവന് ബർക്കത്ത് ചെയ്യും. വവസ്സഅഹു, അതിൽ അല്ലാഹു വിശാലത നൽകും. വമല്ലം യർള, തൃപ്തി ഉണ്ടാകുന്നില്ലേ അല്ലാഹു തന്നതിൽ, ഇതൊന്നും എനിക്ക് പോരാ, ഇനിയും കിട്ടാൻ ഞാൻ അർഹനാണ്, എനിക്ക് കിട്ടേണ്ടതുണ്ട്, കിട്ടിയേ പറ്റൂ എന്നുള്ള നിലയിലാണ് എന്റെ മനോഭാവമെങ്കിൽ അസംതൃപ്തിയാണത്, ഇനിയും വേണം എന്നുള്ള ചിന്ത, കിട്ടിയത് പോരാ എന്നുള്ള മനോഭാവം, അങ്ങനെയാണ് അവൻ എത്തുന്നതെങ്കിൽ ലം യുബാറക് ലഹു, അവന്റെ ഒരു കാര്യത്തിലും അല്ലാഹു അവനൊരു ബർക്കത്തും ചെയ്യൂല. എന്ത് വേണം? അല്ലാഹു ബർക്കത്ത് നൽകണോ, അവൻ ആ കാര്യത്തിൽ വിശാലത നൽകണോ എങ്കിൽ കിട്ടിയതെന്തോ അതിൽ തൃപ്തിപ്പെടുക. അപ്പൊ ആ തൃപ്തിയിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. റബ്ബിന്റെ തൃപ്തി കിട്ടണോ, മാതാപിതാക്കളുടെ തൃപ്തി നേടിക്കോ. ഉപ്പാനെയും ഉമ്മാനെയും ചവിട്ടി താഴ്ത്തി വാപ്പയും ഉമ്മയും അകറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇല്ല. കൃത്യമായ പ്രയോഗമാണ്. നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായിരുന്നാലും നാം ഒക്കെ ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും റബ്ബിന്റെ തൃപ്തിയാണ്. ആ തൃപ്തിയിലേക്ക് അടുത്തെത്താൻ നമ്മളുടെ നന്മകളുടെ രംഗത്തുള്ള അധ്വാനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടണം. ആ രംഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില സൂചനകൾ മാത്രം
ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും അവന്റെ സംതൃപ്തിക്ക് വിധേയരായി ഇഹത്തിലും പരത്തിലും സൗഭാഗ്യം നേടി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അർഹരായി തീരുന്ന അവന്റെ യഥാർത്ഥ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സഹോദരി പൊള്ളലേറ്റ് ശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അള്ളാന്റെ തീരുമാനം വേറൊന്നായ സഹോദരി മരണപ്പെട്ടു പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരുടെ നന്മകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരുടെ മരണം കൊണ്ട് ആ കുടുംബത്തിനുണ്ടായ പ്രയാസങ്ങളെ അതിജയിക്കാൻ ആ കുടുംബത്തിലെ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും തീഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ഒരിക്കലും നന്ദികേട് കാണിക്കാതെ അവന്റെ തൃപ്തിക്ക് അർഹരാകുന്ന ദാസന്മാരായി തീരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.